നമസ്കാരം, ഞാൻ ഷോണിമ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ NCDC. ന്യായീകരിച്ച് രമേശ്. ഹരിപ്പാട് മെഡിക്കൽ കോളേജ് സ്വകാര്യ സംരംഭമാണെന്ന പ്രചരണം തള്ളി രമേശ് ചെന്നിത്തല. നിർമ്മാണ പ്രവർത്തനത്തിനായി മുൻ സർക്കാർ ഒരു രൂപ പോലും ചെലവാക്കിയിട്ടില്ല. തനിക്കെതിരെ ഉയർന്ന ആരോപണം അടിസ്ഥാനരഹിതമെന്നും പ്രതിപക്ഷ നേതാവ്. സർക്കാർ ലക്ഷ്യമിട്ടത് നബാർഡിന്റെ സഹായത്തോടെയുള്ള പൊതു സ്വകാര്യ പങ്കാളിത്തം. ഇതിനായി നിലം നികത്താൻ അനുമതി നൽകിയിട്ടില്ല. നിർദ്ദിഷ്ട പദ്ധതിക്ക് ഭൂമി ഏറ്റെടുക്കാൻ അനുവദിച്ചത് 15 കോടി രൂപ. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി പിണറായി വിജയന് കത്ത് നൽകുമെന്നും രമേശ് ചെന്നിത്തല. UDF സർക്കാർ മുന്നോട്ട് വെച്ച ഹരിപ്പാട് മെഡിക്കൽ കോളേജ് പദ്ധതി തുലാസിലായത് കൺസൾട്ടൻസി കരാർ ഇനത്തിൽ കോടികളുടെ ക്രമക്കേട് കണ്ടെത്തിയതിനെ തുടർന്ന് പുതിയ സർക്കാരിന്റെ പ്രാഥമിക പരിശോധനയ്ക്ക് പിന്നാലെ പൊതുമരാമത്ത് മന്ത്രി G. സുധാകരൻ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിടുകയായിരുന്നു. മുഖം മാറാൻ നയം മാറ്റം. സുപ്രധാന രാഷ്ട്രീയ തീരുമാനങ്ങൾക്ക് നയരൂപീകരണ സമിതിയുമായി കോൺഗ്രസിൽ സമൂല മാറ്റത്തിന് തുടക്കം. തീരുമാനം 3 പ്രധാന നേതാക്കൾ മാത്രം ചേർന്ന് നിലപാടുകൾ നിശ്ചയിക്കുന്ന രീതിയിൽ വിമർശനമുയർന്നതിനെ തുടർന്ന് പരിഗണനയിലുള്ളത് തലപ്പത്തെ ത്രിമൂർത്തികൾ ഉൾപ്പെടെ 10-ൽ താഴെ അംഗങ്ങളുടെ സമിതി. പാർട്ടിയിൽ അടിയന്തര തീരുമാനങ്ങൾ എടുക്കാൻ 100-ലേറെ അംഗങ്ങളുള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റി ചേരുന്നതിലെ അപ്രായോഗികത കണക്കിലെടുത്താണ് പുതിയ പരിഷ്കാരം. കഴിഞ്ഞ ദിവസം നെയ്യാർ ഡാമിൽ ചേർന്ന KPCC ക്യാമ്പിൽ ഉയർന്ന നിർദ്ദേശം മുതിർന്ന നേതാവ് AK ആന്റണിയുടേത്. കോൺഗ്രസ് അധികാരത്തിലുള്ളപ്പോൾ പാർട്ടിയും സർക്കാരും ചേർന്ന് ഏകോപന സമിതി പതിവെങ്കിലും പ്രതിപക്ഷത്തുള്ളപ്പോൾ നയരൂപീകരണത്തിന് മാത്രമായി പ്രത്യേക സമിതി അസാധാരണം. നേതൃത്വത്തിനെതിരെ കടുത്ത വിമർശനം ഉയർത്തിയ 2ാം നിര നേതാക്കൾ കൂടി ഉൾപ്പെട്ടതാകും നയസമിതി. ശരിയാക്കാൻ 100 ദിനം. ജനകീയ പ്രശ്നങ്ങളുടെ അടിയന്തര പരിഹാരത്തിന് പ്രാമുഖ്യം നൽകി 100 ദിന കർമ്മ പരിപാടിയുമായി പിണറായി സർക്കാർ. മുന്നണിയുടെ പ്രകടന പത്രികയിലെ 35 പരിപാടികൾക്കും പദ്ധതി നിർദ്ദേശങ്ങളും ഉൾപ്പെടുത്തിയാകും കർമ്മ പദ്ധതി. വിശദ ചർച്ച അടുത്ത LDF യോഗത്തിൽ. ഭരണത്തിൽ നല്ല തുടക്കമിട്ട സർക്കാരിന് വെല്ലുവിളി ഉയർത്തുന്ന വിലക്കയറ്റം നിയന്ത്രിക്കാൻ കർമ്മ പദ്ധതിയിൽ പ്രഥമ പരിഗണന. സപ്ലൈകോ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ സർക്കാർ വിപണിയിൽ 5 വർഷത്തേക്ക് വിലക്കയറ്റം ഒഴിവാക്കാൻ പ്രത്യേക പദ്ധതിക്കും തീരുമാനം. കുടിവെള്ളം, പാർപ്പിടം, സാമൂഹ്യ സുരക്ഷ എന്നിവ ഉറപ്പാക്കുന്നതിനൊപ്പം ആരോഗ്യം, കാർഷികം, തൊഴിൽ മേഖലകളുടെ സമഗ്ര വികസനത്തിനും ഊന്നൽ നൽകുന്നതാകും കർമ്മ പരിപാടിയിലെ പിണറായി മോഡൽ. പരിസ്ഥിതി നാശമില്ലാതെയുള്ള വികസനത്തിന് പ്രത്യേക ശ്രദ്ധ. മെല്ലെ മെല്ലെ മഴത്തുടക്കം. വേനൽ മഴയ്ക്ക് തുടർച്ചയായി സംസ്ഥാനത്ത് കാലവർഷാരംഭം. അടുത്ത 48 മണിക്കൂറിനകം മഴ ശക്തി പ്രാപിക്കുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം. പതിവിലും ദൈർഘ്യം പ്രവചിക്കപ്പെടുന്ന മഴക്കാലത്ത് വേഗമേറിയ കടൽക്കാറ്റിന് സാധ്യതയെന്നും മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് മഴക്കാല ട്രോളിംഗ് നിരോധനം ഈ മാസം 15 മുതൽ ജൂലൈ 31 വരെ 47 ദിവസം. കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ള 61 ദിവസത്തെ നിരോധനം കേരളത്തിൽ നടപ്പാക്കുന്ന കാര്യത്തിൽ ഫിഷറീസ് വകുപ്പിന്റെ തീരുമാനം പിന്നീടുണ്ടാകും. 7ാം കടൽക്കരെ 7ാമതും. കള്ളപ്പണ നിക്ഷേപവും നികുതി വെട്ടിപ്പും തടയാൻ സ്വിറ്റ്സർലൻഡുമായി കൈകോർത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അമേരിക്കൻ പ്രസിഡന്റ് ബരാക് ഒബാമയുമായി കൂടിക്കാഴ്ചയിൽ. അധികാരമേറ്റ ശേഷം 7ാം വട്ടം അമേരിക്കയിലെത്തിയ മോദിക്ക് വാഷിംഗ്ടണിൽ ഊഷ്മള സ്വീകരണം. ഒബാമ സ്ഥാനമൊഴിയാൻ മാസങ്ങൾ മാത്രം ശേഷിക്കെ നടക്കുന്ന കൂടിക്കാഴ്ചയിൽ പ്രതിരോധം, ഊർജം തുടങ്ങിയ മേഖലകളിലെ സഹകരണത്തിന് മുൻതൂക്കം. പ്രമുഖ അമേരിക്കൻ കമ്പനി മേധാവികളുമായി സംവദിക്കുന്ന പ്രധാനമന്ത്രി ഇന്ന് US ബിസിനസ് കൗൺസിലിലും പ്രസംഗിക്കും. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.